ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നിരാശയാണ്. കാരണം ക്ഷേമ പെൻഷൻ കുടിശ്ശിക നിലനിൽക്കുന്നു. 4-5 മാസത്തെ കുടിശ്ശികയുണ്ട്. അത് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള പണം വകയിരുത്തിയിട്ടില്ല. മറ്റൊരു നിരാശാജനകമായ കാര്യം 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ കിട്ടുന്നവർ അവർ പ്രതീക്ഷിച്ചത് ഒരു 100 രൂപയുടെയെങ്കിലും വർധന ഉണ്ടാകുന്നതാണ്. പക്ഷെ വർധനയില്ല. 1600 രൂപയിൽ തന്നെ തുടരുകയാണ്. മറ്റ് പല മേഖലയിലും നികുതി വരുമാനം കണ്ടെത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിലൊന്ന് വിദേശ മദ്യത്തിന്റെ കാര്യമാണ്. വിദേശ മദ്യത്തിന് ലിറ്റർ 1-ന് 10 രൂപ ഗാൽവനൈസേഷൻ ഫീസ് ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ഈ മദ്യം ഉപയോഗിക്കുന്നവർക്ക് അതൊരു ദോഷമായി മാറില്ല. അതായത് അവർക്കതൊരു തിരിച്ചടി ആകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് ബീവറേജസ് കോർപ്പറേഷൻ സർക്കാരിന് അടയ്ക്കേണ്ട ഫീസാണ്. കോടതി ഫീസ് ഇനത്തിൽ വർധന, അതായത് 10 രൂപയൊക്കെ ഉണ്ടായിരുന്ന ഫീസ് 250 രൂപയാക്കിയിരിക്കുന്നു. അത്തരത്തിൽ ഒരു വരുമാന മാർഗം കണ്ടെത്തുകയാണ്. മറ്റൊന്ന് ഈ വൈദ്യുതി തീരുവയുടെ കാര്യമാണ്. വൈദ്യുതിയുടെ തീരുവയുടെ കാര്യത്തിൽ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്കുള്ള തീരുവ അത് ഇപ്പോൾ 1.2 പൈസ ആയിരുന്നത് 15 പൈസയായി ഉയർത്തിയിരിക്കുന്നു. ഇത് പൊതുജനത്തിന് ദോഷകരമായതാണ്, പൊതുജനത്തിന് ബാധ്യത ഉണ്ടാക്കുന്നത് തന്നെയാണ്. മറ്റൊരു ഇളവിന്റെ ഒരു വാർത്തയാണ്, ഒരു നിർദ്ദേശമാണ്. അത് ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകില്ല. കാരണം ഇവിടെ ഉയർന്ന ഫീസ് എന്നതുകൊണ്ട്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ടൂറിസ്റ്റ് ബസ്സുകൾ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് വരുമാനം കൂട്ടുന്നതിനായി ഇവിടെ രജിസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായി ഈ രജിസ്ട്രേഷൻ ഫീസിൽ ഇളവ് നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് റബ്ബറിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത്. റബ്ബറിന്റെ താങ്ങുവില അത് 10 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. 170 രൂപയായിരുന്നത് 180 രൂപയാക്കിയിരിക്കുന്നു. മലയോര മേഖലയിലെ കർഷകർക്ക്, ഒപ്പം തന്നെ ഈ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഇടത് സർക്കാർ തലോടുകയാണ്. വോട്ട് തന്നെയാണ് ഈ നിർദ്ദേശത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഈ നാളികേര കർഷകരുടെ കാര്യത്തിൽ ഒരു ആശ്വാസം ഉണ്ടായിട്ടില്ല. അതിന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കഴിഞ്ഞ ബജറ്റിൽ 72 രൂപയായിരുന്ന നാളികേരത്തിന്റെ താങ്ങുവില 74 രൂപയാക്കി എന്ന ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻകാല സർക്കാരുകളെല്ലാം തന്നെ പരാമർശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാരിന്റെ കാലത്താണ് ആദ്യമായി ആ നിർദ്ദേശം വരുന്നത്. നദികളിൽ നിന്ന് മണൽ വാരുന്ന വഴി 200 കോടി, കടലുണ്ടിപ്പുഴ, ചാലിയാർ പുഴ, ഭാരതപ്പുഴ, ഈ 3 നദികളിൽ നിന്ന് മണൽ വാരി വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് പ്രധാനമായിട്ടുള്ളത്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് തല്ലും തലോടും ഉണ്ട്. തലോട് കുറവാണ് എന്ന് വേണം ഈ ബജറ്റ് കാണുന്ന ആരും മനസ്സിലാക്കാൻ.